അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി സൂറത്തുൽ ബഖറയുടെ 96-ാമത്തെ ആയത്തിൽ പ്രതിപാദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഈ 96-ാമത്തെ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അൽ ബസീർ എന്ന നാമത്തെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരിശുദ്ധ ഖുർആനിൽ 42 സ്ഥലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ അൽ ബസീർ എന്ന നാമം വന്നിട്ടുള്ളത്. തെളിഞ്ഞതാണോ മറഞ്ഞതാണോ എന്ന വ്യത്യാസമില്ലാതെ, അടുത്തുള്ളതാണോ ദൂരെയുള്ളതാണോ എന്ന വ്യത്യാസമില്ലാതെ, ചെറുതോ വലുതോ ഗോചരമോ അഗോചരമോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാം സൂക്ഷ്മമായി കാണുന്നവൻ എന്നതാണ് അള്ളാഹുവിൻ്റെ അൽ ബസീർ എന്ന നാമം അർത്ഥമാക്കുന്നത്. എന്ന സഹോദരങ്ങളെ, എല്ലാം സൂക്ഷ്മമായി അള്ളാഹു കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ മൗലികമായ ഒരു തത്വം ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതെന്താ? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല, യാതൊന്നുമില്ല എന്ന വിശ്വാസം. ഈ കാര്യം എല്ലാ സമയവും നമ്മൾ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ച ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു നിയമം, ഇത് സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. അതെന്താ? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, അവൻ അസ്സമീഹാണ്, അൽ ബസീറാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സാധാരണ ജീവനുള്ള സൃഷ്ടികളിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് കേൾവി എന്ന് പറയുന്നതും അതുപോലെ തന്നെ കാഴ്ച എന്ന് പറയുന്നതുമായ ഈ വിശേഷണങ്ങൾ. ഇത് സാധാരണ നമ്മൾ മറ്റു സൃഷ്ടികളിൽ കണ്ടുവരുന്നതാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഴ്ചയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പോലെയല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു അവൻ കാഴ്ചയുള്ളവനാണ്, കേൾവിയുള്ളവനാണ് എന്നൊക്കെ പറയുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ ഇത്തരം സിഫത്തുകളിൽ നമ്മൾ അള്ളാഹുവിനോട് ആർക്കെങ്കിലും തുല്യത കൽപ്പിക്കുകയാണ് എങ്കിൽ, സമത്വം കൽപ്പിക്കുകയാണ് എങ്കിൽ, അത് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള, ശിർക്ക് കലർന്നുകൊണ്ടുള്ള വിശ്വാസമായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമായി കാണേണ്ട, വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു അൽ ബസീറാണ് എന്ന് പറയുമ്പോൾ, അതായത് അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ കാഴ്ച അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്കും മഹത്വത്തിനും യോജിക്കുന്ന വിധത്തിലുള്ള യഥാർത്ഥമായ ഒരു കാഴ്ചയാണ്. മറ്റു സൃഷ്ടികൾക്ക് ആർക്കും തന്നെ ഇല്ലാത്ത, അള്ളാഹുവിന് മാത്രമുള്ളതായി വകവെച്ചു കൊടുക്കേണ്ട, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ട അള്ളാഹുവിൻ്റെ കാഴ്ചയാണ്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ നാമത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്, അൽ ബസീർ എന്നാൽ അവൻ തൻ്റെ കാഴ്ചയുടെ പൂർണ്ണതയാൽ ചെറു ഉറുമ്പിൻ്റെ സൃഷ്ടിപ്പിലെ ഘടനകളും അതിൻ്റെ അവയവങ്ങളും മാംസവും രക്തവും മജ്ജയും നാഡികളും അവൻ കാണും. ഇരുണ്ട രാവുകളിൽ കരിമ്പാറയിലെ അതിൻ്റെ ചലനവും അവൻ കാണുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ അൽ ബസീർ എന്ന നാമത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ അൽ ബസീർ എന്ന നാമം നമ്മൾ ശരിയായ രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും ഈ നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു എന്നിലേക്ക് നോക്കുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കുവാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കുമെന്നതാണ് പണ്ഡിതന്മാര് വിശദീകരിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അലക്കിലെ 14-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അലം യഅലം ബി അന്നല്ലാഹ യറാ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന് അള്ളാഹുവാണ് ചോദിക്കുന്നത്. അപ്പോ
അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന ഒരു ചിന്ത അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു നല്ല ഗുണമായിരിക്കണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ ആ ഇബാദത്ത് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ അവിടെ ഈ ഒരു ഗുണം, അതായത് അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഉന്നതമായ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ സുദീർഘമായ ഒരു ഹദീസിൽ എന്താണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു തരികയാണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അല്ലാഹുവിനെ താങ്കൾ ആരാധിക്കണം, അല്ലാഹുവിനെ താങ്കൾ കാണുന്നത് പോലെ, ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അവനെ, അതായത് അല്ലാഹുവിനെ താങ്കൾ കാണുന്നില്ല എങ്കിലും അവൻ താങ്കളെ കാണുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അപ്പോ അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ആയിരിക്കണം സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ആയിരിക്കണം നമ്മൾ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കേണ്ടത്. ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടായാൽ മാത്രമാണ് സഹോദരങ്ങളെ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായിക്കൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കുന്ന, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഈമാനുള്ള വ്യക്തിയാകുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാണുന്നുണ്ട്, അല്ലാഹു അൽ ബസീറാണ് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാൻ പാടില്ലാത്തതാണ്. സൂറത്തു ശുഅറായിലെ 217 മുതൽ 219 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, അല്ലാഹു നമ്മോട് പറയുകയാണ്, വതവക്കൽ അലൽ അസീസിർ റഹീം, പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവനെ നീ ഭരമേൽപ്പിക്കുക, അല്ലദീ യറാക ഹീന തഖൂം, നീ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്നെ കാണുന്നവനത്രേ അവൻ, വതഖല്ലുബക ഫിസ് സാജിദീൻ, സാഷ്ടാംഗം ചെയ്യുന്നവരുടെ, അതായത് സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള നിന്റെ ചലനവും അവൻ കാണുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 96-ാമത്തെ ആയത്തിലേക്ക്, ഈ ആയത്തിന്റെ ആശയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് എങ്കിൽ അവിടെ നമുക്ക് ഈ ആയത്ത് അറിയിച്ചു തരുന്നത്, അള്ളാഹുവിന്റെ ഒരു അടിമക്ക് ആയുസ് ദീർഘിച്ചു കിട്ടിയാൽ ആ ആയുസ് എന്തിലാണ് ഉപയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പോ സത്യനിഷേധികളും ധിക്കാരികളുമായ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സ്വഭാവങ്ങളും വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ ആയത്ത് ചെയ്യുന്നത്. അല്ലാഹു അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് ഈ യഹൂദികൾ പ്രവർത്തിച്ചതിനൊക്കെ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത അക്രമങ്ങളുടെ കണക്കനുസരിച്ചു കൊണ്ട് അവർക്ക് ശിക്ഷ നൽകുന്നതാണ് എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ ഈ ആയത്ത് അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ഇതോടുകൂടി സൂറത്തുൽ ബഖറയിലെ ഈ 96-ാമത്തെ ആയത്തിന്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാം എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.